ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഈ മുന്തിരി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയില്ലേ, അപ്പോൾ നമ്മളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗായ്സ്, നമുക്ക് ആദ്യം മുന്തിരി നല്ലോണം കഴുകിയെടുക്കാം. നമുക്ക് നല്ലോണം എടുത്തിട്ട് നല്ലോണം കഴുകിയെടുക്കാം. നമുക്ക് ഒരു 10 മിനിറ്റ് മുന്തിരി കുറച്ച് ഉപ്പിൽ നമുക്കൊന്ന് കുതിർത്ത് വയ്ക്കാം. എരിവിനനുസരിച്ച് പിന്നെ ഒരു ശകലം വിനാഗിരി. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമ്മൾ ആഡ് ചെയ്യുവാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് മുന്തിരി ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ചെയ്യുന്നത് അല്ലേ? അതെ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം ഈ ഒരു ട്രെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട് മസാല മുന്തിരി. അതെ, മസാല മുന്തിരി മിക്സ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞിട്ട് ടേസ്റ്റ് ഇടാം. എനിക്ക് സംസാരിക്കാൻ വയ്യ, ഞാൻ കഴിച്ച് കാണിക്കാം, നിങ്ങൾ അതൊക്കെ ഉണ്ടാവും. പൊളി ഗായ്സ്, പൊളി. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഗായ്സ്, ഞാനിവിടെ ആദ്യം എന്തുണ്ടാക്കിയാലും ആദ്യം ഞാൻ കഴിക്കും, എന്നിട്ട് ജുവലിനെ ടെസ്റ്റ് ചെയ്യണ്ടേ. നമുക്ക് ജുവലിനെ വിളിക്കാം. ജുവൽ വാ, നമ്മുടെ മസാല മുന്തിരി എങ്ങനെ ഉണ്ടെന്ന്. മുളകിന്റെ ഉപ്പിന്റെ ഒക്കെ അത് ഇടയിൽ നിന്ന് പിന്നെ അത് കഴിച്ച് നിറക്കുമ്പോൾ തന്നെ മുന്തിരിയുടെ മധുരം എല്ലാം കൂടെ അടിപൊളി സാധനം. ഇഷ്ടപ്പെട്ടു, സൂപ്പർ. ഇതെന്തുവാ? ഇത് മസാല മുന്തിരി. കുറച്ച് ബീറ്റ് കുറച്ച് നല്ല എന്തുകൊണ്ട് എരിവാ പുളിയാ? എന്തുകൊണ്ട് എരിവും പുളി എല്ലാം ഉണ്ട്. നമ്മൾ പണ്ട് മാങ്ങ ചെയ്യുന്ന മാങ്ങ അച്ചാർ നന്നായിരിക്കുന്നുണ്ട്. വേണം കുറച്ച് ജോലിക്കൊക്കെ പോയിട്ട് വന്നു, അതുകൊണ്ട് അവരും മധുരവും പുളിയും ആ വിനായകരുടെ ഒരു ഇതും ആ മുട്ടിലുള്ള ടേസ്റ്റൊക്കെ എല്ലാം കൂടി കലർന്ന ഒരു വേറൊരു ടേസ്റ്റ് പറയാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, മനസ്സിലാവത്തുള്ളൂ. അതും ഒരു രക്ഷയില്ല, അത്രയും നല്ല ടേസ്റ്റ്. ഒരു വാഴ കോഴിക്കൊണ്ടേയിരിക്കുന്നു, കഴിച്ചോണ്ടിരിക്കും. ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരായാലും കഴിച്ചു, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്. അതെ ഗായ്സ്, മസ്റ്റ് ട്രൈ ആണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.